ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. എത്ര മനോഹരമായിട്ടുള്ള വരികളാണല്ലേ അത്. കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ജനറേഷനിലുള്ള ഒരുവിധം എല്ലാവരും പാടി നടന്ന പാട്ട്. സൂര്യോദയത്തിന് മുൻപ് വിടരുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം. അപ്പോൾ ഞാൻ രാവിലെ കാലത്ത് എണീറ്റത് മുതൽ ഞാൻ നിന്നെ ഓർക്കുന്നു എന്നുള്ള കവിയുടെ ഭാവന അപാരം. അപ്പോൾ ശംഖുപുഷ്പം പൂവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ശംഖിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ ശംഖുപുഷ്പത്തിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ക്ലിറ്റോറിയ ടൊർണേറ്റ എന്നാണ്. അതായത് സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിനോട് സാമ്യം വന്നതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. 2 കളേഴ്സിലാണ് ഈ ശംഖുപുഷ്പം പൂവ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. വൈറ്റ് കളറിലും അതുപോലെ ബ്ലൂ കളറിലും. വൈറ്റ് കളറിലുള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് നിങ്ങൾ അരച്ചെടുത്തിട്ട് അത് പാലിൽ കലക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും. അതുപോലെ ഈ ശംഖുപുഷ്പത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പല തരത്തിലുള്ള വിഷാംശങ്ങളുണ്ടായിരിക്കാം. ആ പലതരത്തിലുള്ള വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഈ ആൻറ്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻറ്റി ഏജിങ്, അതായത് പ്രായമായി വരുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകൾ വരിക, കഴുത്തിൻ്റെ മടക്കുകൾ വർദ്ധിച്ച് അതിങ്ങനെ തൂങ്ങുക, കഴുത്തിങ്ങനെ തൂങ്ങുക, മടക്കുകളായിട്ട് ചെറിയ മടക്കുകളായിട്ട് കഴുത്ത് തൂങ്ങുക, പിന്നെ കയ്യിലും സ്കിന്നിലൊക്കെ ചുളിവുകൾ വരിക, അതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്ലൂ ടീ യൂസ് ചെയ്യാൻ പറ്റും. പൂക്കൾ ഉപയോഗിച്ചാണ് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ വള്ളിയിൽ നിന്നും നമുക്ക് ഒത്തിരി പൂക്കൾ കിട്ടും. ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ആകെ 2 പൂവിൻ്റെ ആവശ്യമുള്ളൂ. ഒത്തിരി ഗുണങ്ങളുള്ള ഈ ചെടിയെ നമ്മൾ ആരും കാര്യമായി ഗൗനിക്കുന്നില്ല എന്നതാണ് സങ്കടം. ഓർമ്മശക്തി, ഉറക്കക്കുറവ്, അകാല നര, സ്കിൻ ഗ്ലോ എന്നിവയ്ക്കെല്ലാം നല്ലൊരു ബെസ്റ്റ് മെഡിസിനാണിത്. ഇനിയിപ്പോൾ ഉറക്കക്കുറവാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇതിൻ്റെ 30 ഗ്രാം വേര് അരച്ചെടുത്ത് പാലിൽ കാച്ചി കുടിച്ചാൽ മതി. ഇനിയിപ്പോൾ അകാല നരയാണ് പ്രശ്നമെങ്കിലോ ഈ പൂവിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടി കഴുകിയാൽ മതി. കുട്ടികൾക്ക് നല്ല ഉന്മേഷവും അതേപോലെ ഓർമ്മക്കുറവിനും ഇതിൻ്റെ വേര് അരച്ച് പാലിൽ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുക. നല്ല തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഇതിൻ്റെ പൂക്കൾ അല്പസമയം ഇട്ട് വെച്ച് അല്പസമയം കഴിഞ്ഞ് നമുക്ക് കുടിക്കാൻ എടുക്കുമ്പോഴേക്കും നല്ല ബ്ലൂ കളറായിട്ടുണ്ടാവും. അങ്ങനെ കിട്ടുന്നതിനെയാണ് ബ്ലൂ ടീ എന്ന് പറയുന്നത്. ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ നമുക്ക് ഈ ബ്ലൂ ടീ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പം കുടിക്കാൻ നേരത്ത് ഇതുപോലെ പൂക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ കുടിക്കുക. ഈ പുഷ്പത്തിൻ്റെ വേര് അരച്ചെടുത്തിട്ട് പാലിൽ കലക്കി കുട്ടികൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മടിയാണെന്നാണെങ്കിൽ ഇതുപോലെ ചായ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി. അവരത് കുടിക്കും. സാധാ വെള്ളം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ലത്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ടേസ്റ്റ് വേണമെന്നാണെങ്കിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അത് ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. മുടി കൊഴിച്ചിലും അകാലനരയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തലേ ദിവസം ഇതുപോലെ പൂക്കളെല്ലാം പറിച്ചെടുത്തിട്ട് അത് നല്ല രീതിയിൽ വെള്ളം തിളപ്പിക്കുക. കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് പൂക്കളെല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം അവിടെ വെക്കുക. പിറ്റേ ദിവസം തല കഴുകുന്ന സമയത്ത് ആ വെള്ളം കൊണ്ട് തല കഴുകുക. നമ്മുടെ മുടിയൊക്കെ നല്ല കട്ടി വയ്ക്കാനും അതുപോലെ നരയെല്ലാം മാറ്റിയെടുക്കാനും ഈ പൂവിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകിയാൽ മാത്രം മതി. തോരപ്പരിപ്പ് പോലെയുള്ള ഈ വിത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഈ ചെടി ഉണ്ടാക്കാൻ സാധിക്കും. കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതാ ഇവിടെ ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടുണ്ട് ഈ വിത്ത് വീണിട്ട്. എൻ്റെ ഫ്രണ്ട് ഫോഗീവ് ഒരു ചെറിയ തൈ കൊണ്ട് തന്നതായിരുന്നു എനിക്കിത്. അതിനുശേഷം ഇപ്പോൾ എത്ര ചെടികളായെന്ന് നോക്കൂ. ഒരുപാട് ചെടികളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗാനയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്തോ അല്ലെങ്കിൽ തൈകളൊക്കെ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 1 മാസമെങ്കിലും ചെയ്ത് നോക്കണം.
നമ്മൾ ആയുർവേദത്തിൻ്റെ ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അത് 1 മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.